കണ്ട നിങ്ങളുടെ മോള് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് പറയുന്നു. കേട്ടോ എങ്ങനത്തെ കേട്ട് നിക്കാൻ തോന്നിക്കാ? നമ്മളില്ലേന്ന് പറഞ്ഞ് പോയാ പറ്റൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ആ എന്റെ ഉമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? അയ്യോ ഞാൻ മിണ്ടാതിരിക്കണല്ലേ? പൊന്നേ കരളേന്നും പറഞ്ഞ് വന്ന കാലം പോലെ ഞാൻ താഴെ വെക്കാതെ കൊണ്ടു കിടക്കുന്ന കൊച്ചല്ലേക്ക എന്നോട് പറയുന്നേട്ടോ ഞാൻ മിണ്ടാതിരിക്കണമെന്ന്. ഞാനും മിണ്ടുന്നില്ലടി. ഒരു കേബിൾ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പോയതേ ഉള്ളു. അവക്ക് വാപ്പയും വേണ്ട ഉമ്മയും വേണ്ട. പോയി കേറുന്നു. അവളെന്തെങ്കിലും പറഞ്ഞു നീ അത് കാര്യമാക്കി എടുത്തോ. നിങ്ങളിത് എപ്പോഴാ വന്നേ? എന്താ സുലു, എന്താ കരയുന്നേ? ഒന്നുമില്ല, ഷാഹിനയുടെ തന്നിഷ്ടങ്ങൾ ചോദ്യം ചെയ്യാൻ വന്നതാ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാലേ ഞങ്ങൾ ചോദിക്കണമല്ലോ. ചോദിച്ചു, മറുപടി കിട്ടി, തൃപ്തിയായി. സുലു കരച്ചിലുമായി. സീതേജി, ഇനിയിപ്പൊ ഷാഹിനെ ഈ കേബിളിന്റെ ഇതിനൊന്നും നമുക്ക് വിടണ്ട. അവള് പറയുന്ന ഒന്നും ചേച്ചി കാര്യമാക്കുകയും വേണ്ട. നമുക്ക് ആരെയും അതങ്ങ് ഏൽപ്പിച്ചേക്കാം. മതി, എനിക്കും അത് തന്നെ അഭിപ്രായം. അവള് വീട്ടിലിരിക്കട്ടെ. അതെ, എല്ലാരും ഒന്ന് നിർത്തിക്കേ. കേബിൾ ഓഫീസിനെ ചൊല്ലി ഇനി ആരും തർക്കിക്കേണ്ട. എന്റെ അമ്പിളിക്കയുടെ ജീവനാ ഓഫീസ്. അതെങ്ങനെ ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്തണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനത് ചെയ്തോളും. കേട്ടല്ലോ? കണ്ട ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴുള്ള അവളുടെ അഹങ്കാരം കണ്ട? ഉണ്ട്, അഹങ്കാരം ഉണ്ട്. അതവള് ഞങ്ങളോടും കാണിച്ചു. സീതേച്ചി, പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ലല്ലോ. ഇതിന്റെ കല്ലെന്തെങ്കിലും തിരിച്ചിട്ട് ഞങ്ങൾ ഇനി പോകൂ. അത് മതി. ഇതിപ്പോ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഞാൻ പറഞ്ഞാലേ അമ്മായിമ്മ പോരാവും. ഇതിപ്പോ നിങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. അമ്പിളിക്കില്ലാതെ എനിക്കിവിടെ ഒട്ടും പറ്റണില്ല. ഒന്ന് വേഗം വരുമോ? അയ്യോ, ഇനി ഇത് കേട്ട അമ്പിളിക്ക് വിഷമാവോ? വേണ്ട. അതെ ഷാഹിന, നീ ഇവിടെ വന്നിരിക്കണം. എത്ര നേരമായി നിന്നെ ഞങ്ങൾ അറിയണു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവുന്നു. എപ്പ പറഞ്ഞു? വെറുതെ കള്ളം പറയലുണ്ട് ഞാമല്ലേ? അപ്പൊ എനിക്ക് ഓർമ്മയില്ലായിട്ടാ. ഓർമ്മയില്ലാണ്ട് ഇവിടെ എന്താക്കുക? ഷാഹിന, ഉമ്മയും പാപ്പയും വന്ന് പലതും പറയും. പക്ഷെ ഇങ്ങനെ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അല്ലെങ്കിൽ അവരൊക്കെ ആ കേശവമാമന്റെ ആൾക്കാരാണ്. കേശവമാമനോ? ഈ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരില്ലേ? അവരെ പറയണ പേരാ കേശവമാമൻ. എനക്കെന്താ പറ്റിയേ? അത് മാമയ്ക്ക് അറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന്. അതെ, അവരൊക്കെ പറയുന്ന കാര്യങ്ങള് ഈ ചവിട് കൂടെ കേട്ടിട്ട് ഈ ചവിട് കൂടെ വിട്ടാളണം. മനസ്സിലാക്കണ്ട. എന്നാലും അപ്പുണ്ണിയുടെ എന്തൊക്കെയാ അവര് പറയണേ കേട്ടല്ലേ? അതെ, അവരൊക്കെ പഴയ ആൾക്കാരാ. നമ്മളെ പോലെ ന്യൂ ജനറേഷൻ അല്ല അവരൊന്നും. അതിന്റെ കുഴപ്പാ അവർക്ക്. ഷാഹിന, പലരും പലതും പറയൂ. ഈ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഷാഹിനയ്ക്കും ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കേണ്ട സമയം അത്. മനസ്സിലായില്ലേ? എനിക്കൊന്നും കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. ഞാൻ കേബിൾ ഓഫീസ് ആരെങ്കിലും ഏൽപ്പിക്കാൻ പോവാ. ആരാന്ന് വെച്ചാൽ നടത്തിക്കോട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും പറ്റില്ല. അതെ, ഈ പങ്കമാവനും അമ്മയും നിന്റെ ഉമ്മയും ബാപ്പൊക്കെ പഴഞ്ചൻ ആൾക്കാരാ. അവര് പറഞ്ഞ നീ കേൾക്കണ്ട. വെറുതെ അല്ല പങ്കമാവന്റെ പാർട്ടിയിലൊന്നും യൂത്തന്മാരില്ലാത്തത്. അതന്നെ. അതെ, നിന്റെ കൂടെ എപ്പോഴും ഞാനും ഉണ്ടാവും, ജമാലും ഉണ്ടാവും. അതന്നെ, നമ്മുടെ പിള്ളേരുണ്ട്. നീ ധൈര്യമായിട്ട് ഇറങ്ങ്. നമുക്കത് വിജയിപ്പിക്കണം. എന്നിട്ട് ഒരു അവാർഡും വാങ്ങണം. അതെ. അവാർഡോ? എന്താ അവാർഡ്? കർഷക സ്ത്രീ അവാർഡ്. കർഷക സ്ത്രീ അവാർഡോ? കേബിൾ നോക്കണാക്കോ? എന്നാ കേബിൾ സ്ത്രീ അവാർഡ്. എന്റെ മാമ, എനിക്ക് ഒരു കേബിൾ സ്ത്രീ അവാർഡും വേണ്ട. എല്ലാം ഒന്ന് ശരിയായി കണ്ടാ മതി. അതെ, എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കണ്ട. നീ അകത്ത് പോയിരിക്കും. അകത്ത് പോയിട്ടേ അവിടെ ഞാൻ മോരുവെള്ളം നൽകി വെച്ചിട്ടുണ്ട്. ഒരു മോരുവെള്ളം കുടിക്കും, ഉഷാറാവും. അതന്നെ. പിന്നെ വേറൊരു കാര്യം, നീ കേബിളിന്റെ പണിക്ക് പോണേന് ഇനി ആരെങ്കിലും തടസ്സം നിൽക്കണമെങ്കിൽ ആ പുണ്യോട്ടോട് വരണം. പറഞ്ഞാല് പറഞ്ഞാ പിന്നെ എന്താ ചെയ്യണ്ടേ? ഒന്ന് പോവാ പുണ്യേട്ടാ. നീ പോകാ, അകത്തേക്ക് പോ. ചെല്ല് ചെല്ല് ചെല്ല്. നല്ലാണ്. ആ പെണ്ണ എങ്ങനെയെങ്കിലും കേബിളിന്റെ പണി നിന്ന് പച്ച പിടിക്കാൻ നോക്കുമ്പോഴേ എല്ലാരും കൂടി അതിനാണ് എതിർക്കുക. ഇവിടെ പണ്ടേ ഈ പശുവിനെ മേടിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാരും എന്നെ എതിർത്തു. ഇപ്പൊ ഞാൻ ഈ പശുവിനെ കൊണ്ട് അവിടെ ഉള്ളവർ കഞ്ഞി കുടിക്കണേ. പിന്നെ ആർക്കും അറിയില്ല. വാ, നീ വാ.
സീതേ, എന്താ എടി രാമായണം എവിടെയായിരിക്കും അറിയാവോ? എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ നിന്നോടല്ലാതെ പെരുവഴിയിലോട്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ? ആ അങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിക്കണം. സീത വെറുതെ എന്നോട് വഴക്കിനോ വരരുത് കേട്ടോ, കാര്യം പറഞ്ഞേക്കാം. എടീ, ഇത് രാമായണ മാസല്ലേ, അപ്പൊ രാമായണം വായിക്കട്ടെ, അതുകൊണ്ടൊന്ന് ചോദിച്ചു പോയതാ. ഓ അതകത്ത് എവിടെയെങ്കിലും കാണുമെന്നേ. ഞാൻ ആദ്യം ഈ പണിയൊന്ന് തീർക്കട്ടെ, എന്നിട്ട് എടുത്തു തരാം. ഓ ഒരു സമാധാനം തരില്ല. ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? എനിക്കെങ്ങനെ അറിയാം? എന്താ നോക്കട്ടെ. നോക്ക് താഴെ വീഴിക്കത്. ഒരു കുപ്പിയാണല്ലോ. അയ്യോ അയ്യോ കള്ളും കുപ്പി. കള്ളാണോ? ഷാഹിന, ഇനി അവളുടെയാണ് ഇത്. ഷാഹിന ഒന്നിങ്ങോട്ട് വന്നേ. വരുന്നമ്മേ. എന്താ അമ്മ? ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് നിനക്കറിയാവോ? ജിന്ന്. ഇതാണോ ജിന്ന്? ഈ പൈസക്കാർ കുടിക്കുന്ന ജിന്ന്? ആ ജിന്നല്ല, ഇത് സൈത്താൻ. അയ്യോ അതേത് ബ്രാൻഡാ? ആഹാ, ബ്രാൻഡൊക്കെ അറിയാവോ? അപ്പൊ കള്ളിനെ പറ്റി നല്ല വിവരമാണല്ലോ. സത്യം പറ നാത്തൂനെ, നിങ്ങളാണോ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? മൂന്ന് ദിവസം പറഞ്ഞ അടിച്ചത് കാരണം ഞാൻ പോയിക്കും. പിന്നെ ആരും കൊണ്ടുവയ്ക്കാനാ? എനിക്കറിയാവോ? എന്തായാലും കുടിക്കുന്ന ആരോ കൊണ്ട് വെച്ചത്, അല്ലാതെ ഒരു കുപ്പി നടന്നു കയറി ഇവിടെ വന്ന് ഇരിക്കത്തൊന്നുമില്ലല്ലോ. അതെ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ നല്ലവരാണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ആണുങ്ങൾ വെള്ളം അടിക്കുന്നതിന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് എന്തിനാ അപ്പച്ചി? അത് മാത്രല്ല, ഇവിടെയുള്ള ആണുങ്ങൾ ആരും വെള്ളം അടിക്കത്തില്ല, അവര് വാങ്ങിച്ചോണ്ട് വരത്തുമില്ല. അത് ശരിയാ. ഇവിടെ വന്നു കയറിയ ചിലരെയൊക്കെ എനിക്ക് സംശയമുണ്ട്. ഈ വന്ന് കയറിയവരെന്ന് അപ്പച്ചു വന്ന് കയറിയവരൊന്നും ഉദ്ദേശം ഞങ്ങളെയാണോ? അങ്ങനെയാണെങ്കിൽ കേട്ടോ, എന്റെ മജീദിക്ക് ആങ്ങളെ വെള്ളം അടിക്കുന്നവരല്ല. എല്ലാരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. അപ്പച്ചൻ ആങ്ങളെ ആയിരിക്കും കുടിച്ചത്. എന്റെ ആങ്ങളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്താന്ന്? അപ്പച്ചൻ ആങ്ങളെ ക്രിയേറ്റിവിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ പറമ്പിലൊക്കെ നടക്കുന്നുണ്ടെന്ന് മജീദിക്ക പറഞ്ഞു. അപ്പൊ ക്രിയേറ്റിവിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഇത് മേടിച്ചു വെച്ചതായിരിക്കും. വെല്ലാമേട്ടം കള്ളു കുടിക്കത്തില്ല. കുടിക്കത്തില്ല സീതേച്ചി, അതെനിക്കറിയാം. ചിലപ്പോ ക്രിയേറ്റിവിറ്റി കിട്ടാതെ വന്നപ്പോ ആരെങ്കിലും കൊണ്ട് മേടിപ്പിച്ച് വെപ്പിച്ചായിരിക്കും പിന്നീട് കുടിക്കാൻ വേണ്ടിട്ടേ. അല്ല, ചില കലാകാരന്മാരൊക്കെ അങ്ങനെ കുടിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എഴുതുന്ന സമയത്ത് അവർക്ക് ക്രിയേറ്റിവിറ്റി വരാതിരിക്കുമ്പോ. അല്ല സീതേച്ചി തഞ്ചത്തിന് പോയെന്ന് ചോദിച്ചേ ബലരാമേട്ടനോട്. അത് ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം. തൽക്കാലേ ഈ കുപ്പി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും അവൾ ഒറ്റയ്ക്ക് ആ കുപ്പി കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയത്? ഒറ്റയ്ക്ക് അടിച്ച് തീർക്കാനാണോ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ട അപ്പച്ചി. മക്കള് രാമായണം കണ്ടായിരുന്നു? അത് അകത്ത് എവിടെയെങ്കിലും കാണും. ഇനി അതിനൊരു സ്വസ്ഥത കൊടുക്കത്തില്ല. എന്തിന്? രാമായണത്തിന്. ഞാൻ രാമായണം നോക്കട്ടെ. എന്റെ കുടുംബത്തിൽ മദ്യക്കുപ്പി വേണ്ട. ബലരാമേട്ടാ, ഇനി നിങ്ങളെങ്ങാനും ആണോ? ഹലോ, ബിരു വന്നോടാ? ഇല്ലടാ, എഴുതി തുടങ്ങിയില്ല, എഴുതാൻ പോകുന്നേ ഉള്ളൂ. അതേ, ഒരു ക്രിയേറ്റിവിറ്റി ബ്ലോക്ക്. അല്ല, ഇന്ന് രാത്രി തന്നെ എഴുതി, രാവിലെ അയച്ചേക്കാൻ വന്ന്. ഉഗ്രം സംഭവം കേട്ടോ, പിന്നെ ശല്യപ്പെടുത്തല്ലേ. ശരി. ബലരാമേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീതേ, ഇന്നത്തെ ദിവസം മാത്രം നീ എന്നെ ശല്യപ്പെടുത്തരുത്. ഞാനൊരു അല്പം എഴുത്തില്ല. നാടകലോക മാസികയിൽ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതി കൊടുക്കണം, മനസ്സിലായി? എനിക്കങ്ങനെ ഒന്നും വരുന്നുമില്ല. എൻ്റെ ക്രിയേറ്റിവിറ്റി എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ. ക്രിയേറ്റിവിറ്റി. അപ്പൊ അതിനായിരിക്കും ഗ്ലാസും വെള്ളമൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നത് കള്ളു കുടിക്കാനായിട്ട്.
നീ എന്തൊക്കെയാ സീതേ പറയുന്നത്? സത്യം പറ ബലരാമേട്ടാ, നിങ്ങളല്ലേ ആ കുപ്പി അവിടെ കൊണ്ടുവച്ചത്? കുപ്പിയോ? ആ, ഏത് കുപ്പി? മദ്യക്കുപ്പി. ഓ, ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അന്തം വിട്ട് നിൽക്കുന്നു. സത്യം പറ, നിങ്ങളല്ലേ? എടി എന്താ കൊണ്ട് വെച്ചെന്നാണ്? ഓ, കള്ളും കുപ്പി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ബലരാമേട്ടാ, സത്യം പറ, നിങ്ങൾ തന്നെയാ? എടി ഞാനല്ലത് കൊണ്ടുവച്ചത്. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? അത് എന്നോട് മാത്രം ചോദിക്കുന്നത്. ഈ വീട്ടിൽ വേറെ എത്ര ആൾക്കാരുണ്ട്? അപ്പുണ്ണിയുണ്ട്, പങ്കിയുണ്ട്, മജീദുണ്ട്, ജമാലുണ്ട്, പിന്നെ നീയുണ്ട്. എന്റെ മോനിരിക്കുന്ന എന്തെങ്കിലും കേൾക്കും കേട്ടോ. പങ്കി അപ്പുണ്ണിയും കുടിക്കത്തില്ല, എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ നിന്റെ കെട്ടിയവരായ എന്നെയാണോ നിനക്ക് സംശയം? ആ, എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല കള്ളത്തരമുണ്ട്. ആ ബലരാമേട്ടാ, ഇത് ആരാ കൊണ്ടുവച്ചതെന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. സീതേ, നീ ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ നിന്നോട് രഹസ്യം ഞാൻ പറയാം. എന്തോ? ആ മജീദ് ജമാലുമായിരിക്കും കുപ്പി കൊണ്ടുവച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, മജീദും ജമാലോ? ആ, മജീദും ജമാലും ഭയങ്കര കുടിയന്മാരായിരുന്നു പണ്ടേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മജീദ് കുടിച്ച് ലെവലില്ലാതെ ചണ്ടേ കിടന്ന് ഭയങ്കര അടിയുണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, നിങ്ങളീ പറഞ്ഞൊക്കെ ഉള്ളാണോ ബലരാമേട്ടാ? പിന്നെ നിനക്കൊരു കാര്യം അറിയണോ? ഏതോ ഒരു ആഗസ്റ്റ് 2-ാം തീയതി തൊടുപുഴ പാറേപ്പള്ളി ചെന്നിട്ട് ഞാനും കൂടിയിട്ടാ ഇവിടെ കള്ളുകൂടി നിർത്തിയത്. ആണോ? പിന്നെയും കുടി ഉറങ്ങിക്കാണും. പിന്നെ 2 ദിവസം കൂടെ നിൽക്കാമെന്നല്ലയോ അടിച്ച് സൂചിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കാണും. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ, ഞാൻ ചെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ വെറുതെ ചോദിക്കാനൊന്നും പോലെ. കള്ളുകൂടിയന്മാരോട് കുടിച്ചോന്ന് ചോദിച്ചാൽ അവര് ഭയങ്കര ദേഷ്യവാ. അവര് കുടിച്ചില്ലെന്നേ പറയൂ. അറിയോ? എന്നാലും ഞാൻ ചോദിക്കും. അച്ഛാ, നീ ചോദിക്കണ്ടെന്ന്. ഇല്ലെന്ന് വേണ്ട. എഴുതാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ അവിടെ ഒരു കുപ്പി. കുളിക്കാൻ പനി നീർച്ചോല. നീ ഇവിടെ പുലി എത്തുവാണോ? ആ അപ്പച്ചി, നീ അത് നോക്കിയായിരുന്നോ? എന്ത്? എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവിടെ എല്ലാം ഒന്ന് നോക്കണോന്ന്. എന്താന്ന് പറയണ്ട, ഞാൻ എന്താ നോക്കണേ? എടാ, രാമായണം. ആ, രാമായണാണോ? രാമായണം ഞാൻ അവിടേക്ക് തെരഞ്ഞു, അവിടെ ഒന്നും കണ്ടില്ല. കണ്ടില്ലേ? അല്ലെങ്കിൽ അപ്പച്ചിക്ക് എന്തിനെപ്പോഴും രാമായണം? ഇതേതാടാ മാസം? ഇതോ? ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. എടാ സായിപ്പേ, ഇംഗ്ലീഷ് മാസം അല്ലേ ചോദിച്ചോ? മലയാള മാസം. മലയാള മാസം എനിക്ക് അറിയില്ല. അറിയത്തില്ല? എടാ, കർക്കിടകം. ആ, കർക്കിടക അല്ലേ? കർക്കിടകത്തിന്റെ പ്രത്യേകത എന്താ? കർക്കിടകം ദുർഘടം അല്ലേ? ആ ദുർഘട മാസത്തിലാണ് രാമായണം വായിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത് അന്വേഷിച്ച് നടക്കുന്നത്, മനസ്സിലായോ? അപ്പച്ചി, ഇതിപ്പോ അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാലേ ആരാ വായിക്കാ? നീ വായിക്കും. ഞാനോ? ഒരു മാസം മുഴുവനും രാമായണം വായിക്കണം നീ. അപ്പച്ചി എന്താ പ്രാന്ത് പറയണേ? അതെ, വീടുകളിലൊക്കെ പ്രായമുള്ളവരാണ് രാമായണം വായിക്കുക. അപ്പൊ അപ്പച്ചി വായിച്ചാ മതി. ഓ, അപ്പച്ചി ഇപ്പൊ അങ്ങനെ വായിക്കുന്നില്ല. അങ്ങനെയാണ് നിന്റെ അച്ഛനാ വായിക്കേണ്ടത്, എന്നേക്കാൾ മൂത്തതല്ലേ. അച്ഛൻ കുറെ വായിച്ചാ, ഇനി അപ്പച്ചി വായിച്ചാ മതി. അത് ശരി. ഇപ്പൊ നിനക്ക് വായിക്കാൻ പറ്റുമോ ഇല്ലേ? ഇത് എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനേ അത് പോയി തെരഞ്ഞു നോക്കാം. കണ്ടുപിടിച്ചാ വായിക്കണൊക്കെ അപ്പച്ചി വായിച്ചാ മതി. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല? മനസ്സിലായി. പിന്നെന്താ താമസം? എന്തോന്ന് കഴിയട്ടെ. എടാ, പുല്ലരിച്ചൊക്കെ പിന്നെ പോയി രാമായണം തെരഞ്ഞിട്ട് ആദ്യം പറയുന്നതനുസരിക്ക്. അപ്പച്ചി പുല്ലരിയോ? ഞാനാ? ഇത്രയും പ്രായമായ ഞാനാ? പിന്നെ നന്ദിനിക്ക് രമണിക്ക് പുല്ല് കൊടുക്കണ്ട, ഒരു രാമായണം. അപ്പുണ്ണി വേണ്ട, രാമായണത്തെ തൊട്ട് കളിക്കണ്ട. ഈ പുല്ല് അരിയുന്നത് ഈ രാമായണം കണ്ടുപിടിച്ചിട്ട്. ശരി, ഞാൻ പോവാ. ഇരിക്കട്ടെ, പറയുന്നതനുസരിക്കല്ലോ. എന്നാ ഇങ്ങോട്ട് ചോദിക്കുള്ളൂ. പണിയെടുക്കാൻ സമ്മതിക്കില്ല അപ്പച്ചി ഇവിടെ വന്നാലും. എന്തോട് ഇത് ശരിയാവത്തില്ല. ഇനി ആവർത്തിക്കൂല. എന്ത്? അല്ല, ഈ ചായ കുടിച്ചപ്പോ ശബ്ദം എനിക്ക് അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അവൻ അവിടെ, ഇവൾ ഇവിടെ. അത് ശരിയാവില്ല. അത് പിന്നെ അങ്ങനെയല്ലേ സുലു. അമ്പിളി ഗൾഫിലായതുകൊണ്ട് അവൻ അവിടെ, ഷാഹിന് നാട്ടിലായതുകൊണ്ട് അവൾ ഇവിടെ.
ഇക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തത്? ഇക്ക് അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? പിന്നെ? അവൻ അങ്ങ് ഗൾഫിൽ നിൽക്കുമ്പം ഷാഹിനെ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. ഷാഹിനെ നമുക്ക് എത്രയും വേഗം ഗൾഫിലേക്ക് പറഞ്ഞു വിടണം. മനസ്സിലായി. അത് പോയിന്റ്. അപ്പൊ കേബിൾ ആര് നോക്കൂ ഇത്താത്ത? അതാരെങ്കിലും നോക്കട്ടെ. ആരെങ്കിലും നോക്കട്ടെന്നോ? നമ്മുടെ മരുമോനും മോളും ഇല്ലാത്തപ്പോ ആരാ കേബിൾ നോക്കണ്ടേ? നമ്മൾ വേണം കേബിൾ നോക്കാൻ. എന്റെ സുലു, അതിന് കേബിളിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? എനിക്കറിയാലോ കേബിളിന്റെ കാര്യങ്ങളൊക്കെ. വീട്ടിൽ പിന്നെ ടിവിയുടെ കേബിൾ കുത്തുന്ന ഞാനല്ലേടാ, നീ കണ്ടിട്ടില്ലേ? പിന്നെ ഈ റിമോട്ടിനകത്ത് ചാനൽ മാറ്റുന്ന ഞാനല്ലേ, എനിക്ക് നന്നായിട്ട് അറിയിക്കാം. എന്റെ സുലു, ഈ ചാനലിൽ ഇട്ട് ഞെക്കുന്നതും മറ്റേ കേബിൾ കുത്തുന്നതും അല്ല ഇതിന്റെ പണി. ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വല്ലതും അറിയാവോ സുലുവിന്? ടെക്നിക്കല് പിന്നെ നമ്മൾ മനസ്സ് വെച്ചാൽ പഠിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇക്ക അങ്ങോട്ട് മനസ്സ് വെച്ചങ്ങോട്ട് ഇറങ്ങിക്ക. എത്ര ടെക്നിക്ക് ഇക്കയ്ക്ക് പഠിക്കാൻ പറ്റുന്നത്? ഇക്ക പഠിക്കൂക്ക. ജംഗ്ഷൻ ബോക്സ് ഒക്കെ ഉണ്ട്. ജംഗ്ഷൻ പോത്ത് നീ പോടാണ്. ജംഗ്ഷൻ പോത്ത് ഇക്ക. നമുക്കപ്പോ കേബിളിന്റെ നമ്മൾ അങ്ങ് ഏറ്റെടുക്കുന്നു. ഷാഹിനെ നമ്മൾ ഗൾഫിൽ പറഞ്ഞു വിടുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഷാഹിന് ഇപ്പൊ ഗൾഫിലൊന്നും പോണ്ട. ഓളിപ്പോ കേബിളിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നന്നായി പഠിച്ചു വരുന്നുണ്ട്. ഇനി അവൾ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് 10 ഉറുപ്പിക ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത്താത്ത വർത്താനം പറയുമ്പോ കിടക്കേറി പറയരുത്. അടിച്ചതിനെ ശരിയാക്കും. ഷാഹിനെ ഗൾഫിൽ പോ. ഷാഹിനെ ഗൾഫിൽ പോ. സുലു, ആ പോ. നിന്റെ ഓളിയത്തെ കുറയ്ക്ക്. വീട്ടിൽ വന്നിട്ടു ഷാഹിനെ ഗൾഫിൽ വിടണം. വിടാം. ആ കുട്ടി 10 ഉറുപ്പിക നാട്ടിൽ നിന്നുണ്ട്. അടി മേടിക്കുന്ന നിനക്ക് ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്റെ സമ്മതം ആര് ചോദിച്ചതാ? നീ ഒട്ട് ഗൾഫിൽ പോത്തുമില്ല, ആ പെണ്ണിനെ ഒട്ട് വിടത്തുമില്ല. ഷാഹിനെ ഗൾഫിൽ പോണം. ഷാഹിനെ ഗൾഫിൽ വിടണം. ഇന്നിപ്പോ നേരെ എത്ര ആയില്ലേ സുലു? നാളെ ആവട്ടെ. ആ നാളെ. ഇക്ക ഒരുമാതിരി എന്നെ ആക്കരുത് കേട്ടാ. ആ എനിക്കറിയാം ഇതിനൊക്കെ വിസ വേണം, ടിക്കറ്റ് വേണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാവോ? ആ അതൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. 1 മാസമെങ്കിലും കേട്ടോ. ഷാഹിനെ ഗൾഫിൽ വിടണം. വിടാം സുലു, വിടാം. വിടണം. സീതേച്ചി മറ്റേ ആളെ കിട്ടിയോ? മറ്റേ കുപ്പി കൊണ്ടുവച്ച ആളെ? ആ അതൊക്കെ കിട്ടിയോ? ആരാ? അത് ഞാൻ പറയാതിരിക്കുന്ന നല്ലത്. അല്ല, സീതേച്ചിക്ക് ആളെ അറിയാമെങ്കിൽ പറയണം. അതെ. അല്ലേ? ആ സീതേച്ചി പറ. അത് ശരിയാവില്ല സുലു, ഞാനത് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ലല്ലോ. സീതേച്ചി ക്ഷമിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ക്ഷമിക്കത്തില്ല. പറ സീതേച്ചി, ആരാ കുപ്പി കൊണ്ടുവച്ചേ? സുലു, അത് ഞാൻ പറഞ്ഞ പിന്നെ ഇവിടെ വലിയ വഴക്കാവുന്നേ. എന്തിനാ വഴക്ക്? സീതേച്ചി പറ, ഞങ്ങൾ പോയി ചോദിക്കാം. സീതേച്ചിക്ക് നാണമായിരിക്കും ചോദിക്കാൻ. ഞങ്ങൾ ചോദിക്കാം. ആരാ? എന്നാ പറയട്ടെ. ആ പറ. ഈ ഇരിക്കുന്ന 2 മഹാന്മാര്, ഈ ജമാലും മജീദും. ഞങ്ങളാരുമല്ല. എനിക്കറിയാം, ഇവരൊക്കെ നല്ല കുടികാരന്മാരായിരുന്നു. അതുകൊണ്ടല്ലേ തൊടുപുഴ പോയതും ധ്യാനം കൂടി കുടി നിർത്തിയതും. ആര്? ഈ പെണ്ണുമ്പോൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? തോന്നാസമ്മതം കേട്ടോ. നിങ്ങളുടെ ഭർത്താവായിരിക്കും അവിടെ കുപ്പി കൊണ്ട് വെച്ചത്, അല്ലാതെ ഞങ്ങൾ എന്നെ ആങ്ങളെ എന്നെ കെട്ടിയവനൊന്നും അല്ല. അതേ സുലു, രാവിലെ തൊട്ടേ ബൽറാമേട്ടൻ ക്രിയേറ്റിവിറ്റി വരുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും സാധനം മേടിച്ചു വെച്ചതായിരിക്കും. അതെ, ഞാനേ വെടക്കായ ഭയങ്കര വെടക്കാ. എന്നെ പിടിച്ചാൽ കണ്ടത്തില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഇത്ത തലമ്പുണ്ടാക്കല് നമ്മുടെ വീടല്ല. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറയുന്നില്ല എന്ന്. അപ്പൊ എന്റെ വായി കുത്തി പറയിപ്പിച്ചല്ലേ? എന്നിട്ട് എന്റെ മെക്കെട്ട് കയറാൻ ഒരാളെ പേര് പെടാന്ന് വെച്ച് എന്റെ കെട്ടിയോണ്ട് ഞങ്ങളുടെ പേരാണ് പറയുന്നത്. അവർ ചെയ്തോണ്ടല്ലേ പറഞ്ഞത്? ആര് ചെയ്തെന്ന്? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ആയിരിക്കും. എന്റെ മരുമോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവല്ല നടക്കുമായിരുന്നോ? അവൻ ചോദിച്ചേനെ, നിങ്ങളോട് അപ്പ ചോദിച്ചേനെ. എന്റെ അമ്പിളി മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറയുമോ? എന്താ? ഒന്നുമില്ല, നിന്റെ കൈതട്ടി ഇപ്പൊ കട്ടൻ ചായ മറിഞ്ഞേനെ. കട്ടൻ ചായ മറിഞ്ഞേനെ. എന്റെ സ്വഭാവം ഒന്ന് അടങ്ങണ്ടേ ഇത്ത? അടങ്ങാനോ? മാന്യന്മാരുടെ മുഖത്തൊക്കെ കുടിയന്മാരാന്ന് പറയുന്നത് എങ്ങനെ അടങ്ങും? എങ്ങനെ അടങ്ങും? എന്താ ഇവിടെ ബഹളം? എന്റെ ബലരാമേട്ട ഒന്നും പറയണ്ട. ഞാൻ ആ കള്ളുംകുപ്പിയുടെ കാര്യം ഇവിടെ പറയത്തില്ലെന്ന് വിചാരിച്ചാ, പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു. ഇവർ രണ്ടുപേരും കൂടെ ബഹളം വെച്ചപ്പോ ഇവരാണ് അത് കൊണ്ടുവച്ചതെന്ന് ഞാൻ പറഞ്ഞു പോയി. ഈ വീട്ടിലാരും കള്ളു കുടിക്കത്തില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ആരും കള്ളു കുടിക്കത്തില്ലെന്ന് എനിക്കും അറിയാം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് സുലു, ഞാൻ പറയട്ടെ, അവിടെ നിൽക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സീത വന്ന് ചോദിച്ചപ്പോഴേ എവളെ ഒഴിവാക്കാൻ വേണ്ടി ഇവര് രണ്ടുകൂടെ കൊണ്ടുവച്ച കുപ്പിയാന്ന് ഞാൻ മനഃപൂർവ്വം വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. അത് ശരി, വെറുതെ പറഞ്ഞാണോ? അതെ. എന്നാലും ഇതൊരു വല്ലാത്ത പറച്ചിലായിപ്പോ എന്റെ ബൽറാമേട്ട. ചതിയായിട്ട് അച്ഛൻ ചെയ്തത്. ഇനി ബന്ധം തുടരണോ വേണ്ടെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. അയ്യോ, എന്താ സുലു ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടെ നീക്ക് പോകാൻ പറ്റും. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയതാന്ന്. വെറുതെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം ബലരാമേട്ട? എന്റെ ഭർത്താവ് എന്റെ ആങ്ങളെ ഇന്ന് വരെ കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. മദ്യപാനത്തിന്റെ കുപ്പി ഒരു കൈ കൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? എന്നാലും നിങ്ങൾ എന്ത് പണിയാ ബലരാമേട്ട കാണിച്ചേ? ഇപ്പൊ ഞാൻ ഇവരുടെ മുമ്പിൽ ആരായി? സീതേച്ചി വിഷമിക്കണ്ട സീതേച്ചി, എനിക്കതൊക്കെ മനസ്സിലാവും. എന്നാലും ബലരാമേട്ട, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സുലു, അതൊന്നും സാരമില്ല സീതേച്ചി. സുലു പറയുന്നൊന്നും കാര്യമാക്കണ്ട. എവിടെ അയലൊക്കെക്കാരോടും ഇങ്ങനെ തന്നെ അല്ലേ സുലു?
സീതേച്ചി പറഞ്ഞില്ലേ എനിക്ക് ഒരു വിഷമവും ഇല്ല സീതേച്ചി. പക്ഷെ ബലരാമേട്ടൻ കാണിച്ചത് മോശമായിപ്പോയി അല്ലേ സീതേച്ചി? പിന്നെ അല്ലാതെ ഇപ്പൊ എനിക്ക് ബലമായ സംശയമുണ്ട്. നിങ്ങൾ തന്നെയല്ലേ ആ കുപ്പി അവിടെ കൊണ്ടുവച്ചത്? ഞാനല്ലെന്ന്. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? അയ്യോ ഇതെന്താ ചേച്ചി ഇത്? എന്തൊരു ബഹളം! അത് പുറത്തേക്ക് കേൾക്കാലോ. ആൾക്കാരെന്താ വിചാരിക്കുക? എടാ പങ്കി, ഇന്ന് രാവിലെ എനിക്ക് വരാന്തേന്ന് ഒരു മദ്യക്കുപ്പി കിട്ടി. അപ്പൊ ബലരാമേട്ടനോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇവർ രണ്ടുപേരും കൊണ്ടുവച്ചതാന്ന്. ഇവരോട് വന്ന് ചോദിച്ചപ്പോ ഇവരല്ലാന്ന് പറഞ്ഞു. ഇത് ബലരാമേട്ടൻ തന്നെ കൊണ്ടുവച്ചതാണ്, ഉറപ്പാണ്. മദ്യക്കുപ്പിയോ? ആ. എവിടുന്ന് ചേച്ചിക്ക് അത് കിട്ടി? ആ വരാന്തയുടെ മൂലേന്ന്. എന്നിട്ട് എവിടെ അത്? അത് ഞാൻ അപ്പൊ തന്നെ പൊട്ടിച്ചു കളഞ്ഞു. ഈ പറമ്പിൽ കള്ളും കുപ്പിയായിട്ട് ഞാൻ സമ്മതിക്കില്ല. ദൈവമേ, എന്താടാ അത് പൊട്ടിയോ? ആ പിന്നെ പൊട്ടി. ഓരോ കാര്യങ്ങൾ കാണിച്ചു നോക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചാന്നറിയാതെ അവിടെ. നീയോ? നീ കൊണ്ടുവച്ചതാണോ അത്? അപ്പൊ നീ കള്ളുകൂടെ തുടങ്ങിയാ? വങ്കിമാമ അത് നിങ്ങളുടെ കുപ്പിയായിരുന്ന. അയ്യോ ഇതൊക്കെ പാത്ത് വെക്കണ്ടേ? ആൾക്കാരുടെ മുന്നിലാണ് കൊണ്ടുവെക്കുന്നേ. ആരെ കാണിക്കാൻ പാടില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ ഉമ്മേ. അല്ല, നീ ഇതെപ്പ തുടങ്ങിയടാ? ഞാൻ ഇന്ന് കാലത്ത് 9 മണിക്ക് ചേച്ചിക്ക് നടുവേദനയാണ്, കഷായം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ചോദിച്ച എന്നോട് പറഞ്ഞിരുന്നു 1-2 മാസം മുമ്പ്. പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞു. ആ വൈദ്യരുടെ അടുത്ത് കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ ആ സംഗതി സംഘടിപ്പിച്ചത്. അയാൾ പറഞ്ഞോടോ ഒരു 2 മാസം അങ്ങോട്ട് കഴിയട്ടെ, കർക്കിടകത്തിൽ കഴിച്ചാൽ അത് ഗുണം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളത് വെയിറ്റ് ചെയ്തിട്ട് അവിടെ റെഡിമെയ്ഡ് സംഗതികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും കൊണ്ടവണ്ട, ഞാൻ പണിക്കാരെ വെച്ചിട്ട് സംഗതികൾ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വേറൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് 8 അടങ്ങാഴി വെള്ളത്തിൽ മരുന്നിട്ട് വെട്ടി തിളപ്പിച്ച് 2 അടങ്ങാഴി ആക്കി ആറ്റി കുറുക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ച കഷായ അത്. അറിയോ? എടാ അതിപ്പോ കള്ളും കുപ്പിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കഷായാന്ന് ഞാൻ എങ്ങനെ അറിയും? നിങ്ങൾ കുപ്പി എന്തിനാ നോക്കണേ? അതെന്താ സാധനം നോക്കണ്ടേ? എന്നിട്ട് വേണ്ടി ചെപ്പം പൊട്ടിച്ച് കളയാനായിട്ട്. ഒരു കുപ്പി കിട്ടാണ്ട് അയാൾ കിടന്ന് കഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.